നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നണി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. DCC പ്രസിഡന്റ് VS ജോയിയും ആര്യാടൻ ഷൗക്കത്തുമാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത്. രാഷ്ട്രീയ ബലാബലത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരു തീപാറും പോരാട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളോടൊപ്പം സ്വാലിഹ മലപ്പുറത്തു നിന്നുണ്ട്. സ്വാലി, ഒരു തീപാറും പോരാട്ടത്തിലേക്ക് നിലമ്പൂർ ഈ കനത്ത മഴയ്ക്കിടയിലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതായാലും UDF-ലേക്ക് എത്തുകയാണെങ്കിൽ അവിടെയാണല്ലോ പ്രതിസന്ധികൾ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നത്. ഇപ്പോൾ ഷൗക്കത്തിനാണോ മുൻതൂക്കം? അൻവറിനെ തീരെ പരിഗണിക്കുന്നതേ ഇല്ലേ UDF? ഇനി ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ VS ജോയ് വെറുതെ ഇരിക്കുമോ? മനു, ഇന്ന് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും, അല്പസമയത്തിനകം ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പരിഗണിക്കാൻ കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന തുടക്കം മുതൽ തന്നെ PV അൻവർ ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് മുഖവിലക്കെടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് PV അൻവറിൻ്റെ ഇന്നലത്തെ പ്രസ്താവന. ഏത് ചെകുത്താൻ വന്ന് മത്സരിച്ചാലും പിന്തുണക്കുമെന്ന് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. VS ജോയിക്ക് സ്ഥാനാർത്ഥിത്വത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. DCC പ്രസിഡന്റാണ് VS ജോയി. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലുള്ള ആള് കൂടിയാണ്. പക്ഷേ DCC പ്രസിഡന്റ് സ്വാലി, രസകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്വാലി ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് നമ്മൾ ഈ അൻവറിന്റെ അടുപ്പക്കാരായ ചില മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ അഭിമുഖങ്ങളൊക്കെ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഷൗക്കത്താണെങ്കിൽ അത് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ പതിവ് പരിപാടി UDF-ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൻവറിനെ കൊണ്ട് UDF അത്യാവശ്യം വെള്ളം കുടിക്കും, അതിനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. തീർച്ചയായും അൻവറുമായി ബന്ധപ്പെട്ട് നിലവിൽ അൻവറിൻ്റെ ഒരു സാഹചര്യം, ഈ തെരഞ്ഞെടുപ്പ് അൻവറിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അൻവറിന് UDF-നൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. UDF-നാവട്ടെ അവിടെ ഒരു മത്സര സാധ്യതയൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ അൻവറിൻ്റെ സഹായവും വേണം. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും ഒരു താൽക്കാലികമായി ഒരുമിച്ച് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അൻവർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് കേരളത്തിന് ആവശ്യമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഈ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. UDF-നാകട്ടെ നിലമ്പൂർ തിരിച്ചു പിടിക്കണമെങ്കിൽ അൻവറിൻ്റെ സഹായവും വേണം. പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാവുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കാരണം അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അൻവർ വളർന്നു വരുന്നതൊക്കെ സംഘടനാ രംഗത്ത് വളർന്നു വരുന്നത് കോൺഗ്രസ് പ്രവർത്തകനായിരിക്കെ തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ എതിർചേരിയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു, പിന്നീട് ഇടത് സ്വതന്ത്രനായി 2 തവണ മത്സരിച്ചു. ഈ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയ എതിരാളി DIC-യിലേക്ക് അദ്ദേഹം പോകുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലല്ല, എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി ആര്യാടൻ കുടുംബമായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു. അത് ഈ ഒരു താൽക്കാലികമായി മാറ്റി നിർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അതെല്ലാം നമുക്ക് കാണേണ്ടി വരും. PV അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ ഒരുമിച്ച് പോവുക അത്ര എളുപ്പമായിരിക്കില്ല. അതിനി ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കാത്തിരുന്ന് കാണാം. മനു, ശരി, ഓക്കെ, നമുക്ക് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അത് കാത്തിരുന്ന് കാണാം. അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം.